നമസ്കാരം. നോക്കാം ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ. കുവൈത്തിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ പ്രവചനം. പ്രമുഖ കാലാവസ്ഥാ നിരീക്ഷകനായ ഈസ റമദാനാണ് തിങ്കളാഴ്ച മുതൽ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി പ്രവചിച്ചത്. അന്തരീക്ഷത്തിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദമാണ് മഴയ്ക്ക് കാരണമാകുന്നത്. തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ തെക്കുകിഴക്കൻ കാശി വീശുകയും ഇത് അന്തരീക്ഷത്തെ ആർദ്രമാക്കുകയും ചെയ്യും. ഈ സമയങ്ങളിൽ ഹ്യൂമിഡിറ്റി വർദ്ധിക്കുമെന്നും ഈസ റമദാൻ വിശദീകരിച്ചു. തൃശൂർ പൂരത്തിൻ്റെ ആവേശക്കാഴ്ചകൾ പുനരാവിഷ്കരിച്ച് കുവൈത്തിലെ തൃശീവ പേരൂരുകാർ. തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈത്ത് ട്രാസ്കാണ് പൂരം തനിമ നഷ്ടപ്പെടാതെ കുവൈറ്റ് മലയാളികൾക്കായി അവതരിപ്പിച്ചത്. അബ്ബാസിയ അൽഹുദ അൽ അഹ്ലിയ സ്കൂളാണ് പൂരം 2K24 വേദിയായത്. ട്രാസ്ക് പ്രസിഡന്റ് ബിജു കടവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രോഗ്രാം കൺവീനറും ട്രാസ്ക് വൈസ് പ്രസിഡന്റുമായ ജഗദാംബരൻ സ്വാഗതവും, ജനറൽ സെക്രട്ടറി മുകേഷ് ഗോപാലൻ, വനിതാവേദി ജനറൽ കൺവീനർ ജസ്നി ഷമീർ, അൽമുല്ല എക്സ്ചേഞ്ച് പ്രതിനിധി മാത്യു ജോസഫ്, ജോയ് ആലുക്കാസ് പ്രതിനിധി സൈമൺ പള്ളിക്കുന്നത്ത്, കളിക്കളം ജനറൽ കൺവീനർ അനഘ രാജൻ എന്നിവർ ആശംസകളും ട്രഷറർ ത്രിതീഷ് കുമാർ നന്ദിയും പറഞ്ഞു. തൃശൂർ പൂരത്തിന്റെ ഗൃഹാതുരത ഉണർത്തുന്ന എക്സിബിഷൻ സ്റ്റാളുകൾ, രുചിവൈവിധ്യം കൊണ്ട് നാടിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള തട്ടുകടകൾ എന്നിവ പൂരം 2K24 ഭാഗമായി ഒരുക്കിയിരുന്നു. കേളിവാദ്യ കലാപീഠത്തിന്റെ 15ഓളം കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിച്ച പഞ്ചവാദ്യമേളവും നാടൻ കലാരൂപങ്ങളും കാവടിയും നാട്ടിലെ പൂരത്തിനെ ഓർമ്മപ്പെടുത്തുന്നതായി. അസോസിയേഷൻ അംഗങ്ങൾ നടത്തിയ വിവിധയിനം കലാപരിപാടികളും ചെറുനാടകങ്ങളും സെപ്റ്റം മ്യൂസിക് കലാകാരന്മാർ അവതരിപ്പിച്ച ഗാനമേളയും പൂരനഗരിയെ ആവേശഭരിതമാക്കി. സോഷ്യൽ വെൽഫെയർ കൺവീനർ സിജു ML, ആർട്സ് കൺവീനർ ബിജു CD, സ്പോർട്സ് കൺവീനർ ജിൽ ചിന്നൻ, ജോയിന്റ് ട്രഷററും മീഡിയ കൺവീനറുമായ സതീഷ് പൂയത്തും, വനിതാവേദി സെക്രട്ടറി ഷാന സിജു, വനിതാവേദി ജോയിന്റ് സെക്രട്ടറി സക്കീന അഷ്റഫ്, പൂരം 2K24 ജോയിന്റ് കൺവീനർമാരായ വിനോദ് മേനോൻ, മനോജ് കുറുമ്പയിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് വിബ്ജിയൂർ. ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംഘടിപ്പിച്ച 9ാമത് മെഗാ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ സ്കൂൾ വിഭാഗത്തിൽ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ തോമസ് ചാണ്ടി മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി നിലനിർത്തി. DK ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 9ാമത് IBA മെഗാ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ഏപ്രിൽ 18 മുതൽ 26 വരെ അബ്ബാസിയിലെ യുണൈറ്റഡ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ ഏകദേശം 1000ഓളം സ്കൂൾ വിദ്യാർത്ഥികളും 200ഓളം പുരുഷ വനിതാ വിഭാഗം ബാസ്കറ്റ്ബോൾ കളിക്കാരും പങ്കെടുത്തു. കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉള്ള 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെ പ്രായമുള്ള സ്കൂൾ വിദ്യാർത്ഥികളുടെ മത്സരം തോമസ് ചാണ്ടി മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയായിരുന്നു. അതിശക്തമായ മത്സരം നമ്മൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തതുപോലെ അതിശക്തമായ മത്സരമാണ് നടന്നത്. യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളും ഡോൺ ബോസ്കോ സ്കൂളും തമ്മിലുള്ള തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം. കലാശ കളിയിൽ അവസാന ലാപ്പിൽ ഡോൺ ബോസ്കോയെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് കഴിഞ്ഞ 8 വർഷത്തെയും ചാമ്പ്യന്മാരായ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ തോമസ് ചാണ്ടി മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫി സ്വന്തമാക്കി. യുണൈറ്റഡ് ഗ്രൂപ്പ് ഓഫ് സ്കൂൾസിന്റെ വൈസ് ചെയർപേഴ്സണും പ്രശസ്ത വിദ്യാഭ്യാസ പ്രവർത്തകയുമായ ഡോക്ടർ ബെറ്റി ചാണ്ടി മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ ടോബി ചാണ്ടി, ശ്രീ ജോയൽ എന്നിവർ അതിഥികളായ ചടങ്ങിൽ മത്സര വിജയികൾക്കുള്ള സമ്മാനം നൽകുന്നതോടൊപ്പം ഏകദേശം 25ഓളം വ്യക്തിഗത പ്രതിഭകൾക്കുള്ള അവാർഡും നൽകി. പുരുഷ വനിതാ വിഭാഗം മത്സര വിജയികൾക്ക് സൂസമ്മ ഇലഞ്ഞിക്കൽ മെമ്മോറിയൽ ട്രോഫിയും കോശി ഇലഞ്ഞിക്കൽ മെമ്മോറിയൽ ട്രോഫിയും നൽകി. പൊതുവെ കുവൈറ്റ് ബാസ്കറ്റ്ബോൾ ചരിത്രത്തിൽ ഏറ്റവും അധികം പങ്കാളിത്തം കൊണ്ടും കളി മികവ് കൊണ്ടും ശ്രദ്ധേയമായ കളിയിൽ ആയിരക്കണക്കിന് കാണികളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. മെട്രോ മെഡിക്കൽ കെയർ CEO ശ്രീ ഹംസ പയ്യന്നൂർ ഉദ്ഘാടനം ചെയ്ത പുരുഷ വനിതാ വിഭാഗം മത്സരങ്ങളിൽ പുരുഷ വിഭാഗത്തിൽ കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ സ്ട്രീറ്റ് സ്ക്വാഡ് 1ാം സ്ഥാനം നേടുകയും ക്രൂസാഡേഴ്സ് 2ാം സ്ഥാനത്തെത്തുകയും ചെയ്തപ്പോൾ വനിതാ വിഭാഗത്തിൽ ഡോൺ ബോസ്കോ 1ാം സ്ഥാനം നേടുകയും ചൂസൺ വൺസ് 2ാം സ്ഥാനം നേടുകയും ചെയ്തു. വനിതാ പുരുഷ വിഭാഗത്തിലും നിരവധി വ്യക്തിഗത പ്രതിഭകൾക്കുള്ള സമ്മാനങ്ങളും നൽകി. ചടങ്ങ് കുവൈറ്റ് സെന്റ് സ്റ്റീഫൻ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ച് വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടി.
ഏപ്രിൽ 26-27 തീയതികളിൽ അബ്ബാസിയാണ് ഭക്തിയാദരപൂർവ്വം പെരുന്നാൾ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ഏപ്രിൽ 26 വെള്ളിയാഴ്ച രാവിലെ 7-ന് പ്രഭാത നമസ്കാരാനന്തരം വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ ജോൺ ജേക്കബ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന, റാസ ആശീർവാദം, നേർച്ചവിളമ്പ് എന്നിവയും നടത്തപ്പെട്ടു. ശനിയാഴ്ച 6:30 സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് വിശുദ്ധ കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന, ആശീർവാദം, നേർച്ചവിളമ്പ് എന്നീ ചടങ്ങുകളും നടന്നു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈത്ത് ഫഹഹിൽ സെൻട്രൽ യൂണിറ്റ് കലയുടെ അംഗങ്ങൾക്കായി വോളിബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. കലാ കുവൈത്തിൻ്റെ വിവിധ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 10 ടീമുകൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. ഫഹഹിൽ സൂഖ്സഭ കോർട്ടിൽ നടന്ന ടൂർണമെന്റ് കലാ കുവൈറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗം ജയ്കുമാർ സഹദേവൻ അധ്യക്ഷത വഹിച്ചു. കലാ കുവൈറ്റ് ജോയിന്റ് സെക്രട്ടറി ബിജോയ്, കായിക വിഭാഗം സെക്രട്ടറി ഷിജിൻ, ഫഹഹിൽ മേഖലാ സെക്രട്ടറി തോമസ് സെൽവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം ദേവി സുഭാഷ്, മേഖലാ പ്രസിഡന്റ് ദേവദാസ് സെൽവരാജ്, മേഖലാ എക്സിക്യൂട്ടീവ് അംഗം മോഹനൻ പാട്ടത്തിൽ എന്നിവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ഹസാവിയ സി യൂണിറ്റ് 1-ാം സ്ഥാനവും ഫഹഹിൽ സെൻട്രൽ യൂണിറ്റ് 2-ാം സ്ഥാനവും മഹബൂല സീസെഡ് യൂണിറ്റ് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. വിജയികൾക്കുള്ള ട്രോഫികളും വ്യക്തിഗത മെഡലുകളും കലയുടെ കേന്ദ്ര കമ്മിറ്റി, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സമ്മാനിച്ചു. ടൂർണമെന്റിന് യൂണിറ്റ് കൺവീനർ ബിജു മത്തായി സ്വാഗതവും സംഘാടക സമിതി ജനറൽ കൺവീനർ പ്രസീദ് കരുണാകരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് എക്സ്പേർട്സ് അസോസിയേഷൻ ഫോക്ക് ഫർവാനിയ യൂണിറ്റ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഫർവാനിയ ഐഡിയൽ ഹാളിൽ സ്നേഹസംഗമം എന്ന പേരിൽ നടന്ന പരിപാടി പ്രസിഡന്റ് ലിജീഷ് പി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് കൺവീനർ ജോബി ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിന് യൂണിറ്റ് സെക്രട്ടറി മെഹ്മൂദ് പെരുമ്പ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ശ്രീമതി വൃന്ദ ജിതേഷ് നന്ദിയും പറഞ്ഞു. ഫോക്ക് ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ്, ഫോക്ക് വൈസ് പ്രസിഡന്റ് എൽദോ ബാബു കുര്യാക്കോസ്, രക്ഷാധികാരി അനിൽ കേളോത്ത്, വനിതാവേദി ചെയർപേഴ്സൺ ഷംന വിനോജ്, യൂണിറ്റ് ട്രഷറർ സുബിൻ ജഗദീഷ് എന്നിവർ പരിപാടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ജിതേഷ് MP അവതാരകനായ കുടുംബസംഗമത്തിൽ യൂണിറ്റ് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഉപദേശക സമിതി അംഗം ഓമനക്കുട്ടൻ, ഫോക്ക് ഭാരവാഹികൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഫോക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് കമ്മിറ്റി അംഗം സന്തോഷ് CH സർക്കാരിന്റെ വിവിധ പ്രവാസി ക്ഷേമനിധി പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. കുവൈറ്റ് വയനാട് അസോസിയേഷൻ പിക്നിക് സംഘടിപ്പിച്ചു. ഇടവേളകളില്ലാതെ ഒരു രാവും പകലും നീളുന്ന ആഘോഷങ്ങളായിരുന്നു പിക്നിക്കിന്റെ ഭാഗമായി ഒരുക്കിയത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 150ഓളം പേർ പങ്കെടുത്തു. വൈവിധ്യവും വ്യത്യസ്തതയുമാർന്ന ഗെയിമുകളും പ്രോഗ്രാമുകളുമാണ് പിക്നിക്കിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നത്. പ്രസിഡന്റ് ജിനേഷ് ജോസും കൺവീനർ ജിജിൽ മാത്യുവും മറ്റു ഭാരവാഹികളും നേതൃത്വം നൽകി. മേനിഷ് വാസ് സ്വാഗതവും ട്രഷറർ അജേഷ് സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു. കൺവീനർ ജിജിൽ മാത്യുവിന്റെ നേതൃത്വത്തിൽ നടന്ന ഗെയിമുകളും നാടൻ വിഭവങ്ങൾ അടങ്ങിയ ഭക്ഷണങ്ങളും ആളുകളെ കൂടുതൽ ഉന്മേഷഭരിതരാക്കി. രക്ഷാധികാരി ബാബുജി ബത്തേരി, മീഡിയ കൺവീനർ മുബാറക് കാമ്രത്ത് തുടങ്ങിയവർ ആശംസ നേർന്ന് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ. ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി.